ഒക്കെ പോയി. ഡയമണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ്. ഒരുപാട് ഓർണമെന്റ്സ് അണിഞ്ഞ് ജ്വല്ലറിയുടെ പരസ്യം പോലെ നിൽക്കേണ്ട കാര്യമില്ല. സിമ്പിൾ ആയിരിക്കുമ്പോ തന്നെ എലഗന്റും ആയിരിക്കും. കാര്യമൊക്കെ ശരി തന്നെ അമ്മേ. പക്ഷെ സ്ത്രീധനത്തിന്റെ കണക്കെടുക്കുമ്പോ ഇപ്പോഴും പവന് തന്നെയാ തൂക്കം കൂടുതൽ. അതും ഒരു കണക്കിന് ശരി തന്നെയാ. ഗൗരി, ഇത് എനിക്കറിയില്ലമ്മേ. മാഡത്തിന് എന്നെ അറിയില്ല. പക്ഷെ മാഡത്തിനെ എനിക്കറിയാം. വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നത് പോലെയാണെന്ന് കരുതിക്കോ. ഈ മാഡവുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് മാഡം ഓർക്കാൻ സാധ്യതയില്ല. അതിപ്പോ സോറി മാഡം, അത് വിട്. ഞാനും അത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സംഗതിയാ. പിന്നെ ഈ മാഡം, അയ്യോ സോറി, കല്യാണ പെണ്ണ്. ഞങ്ങള് നല്ല തിക് ഫ്രണ്ട്സാ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഈ കല്യാണ പെണ്ണിനെ ഒന്ന് വിട്ടുതരുമോ? എന്താ കാര്യം? ഒന്നുമില്ലടോ, ഒരു പേഴ്സണൽ കാര്യം. ഇപ്പൊ വിട്ടേക്കാം. താനൊന്ന് വന്നേ. എന്താ ഞങ്ങളുടെ പിന്നാലെ? ഞങ്ങളെ ഒന്ന് ഒറ്റയ്ക്ക് വിടണോ? മൈന, ഈ വീടിന് ചുറ്റും ഒന്ന് പറന്നിട്ട് വാ. അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ പിടിച്ച് കൂട്ടിലടച്ചെന്ന് വരും. വാ. മാനസ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബെർണാഡ് ഷായുടെ ഒരു ഫേമസ് പ്ലേ ഉണ്ട്, സീസർ ആൻഡ് ക്ലിയോപാട്ര. അതിൽ സീസറിനെ കൊണ്ട് ഷാ പറയിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. രഹസ്യങ്ങൾ സംസാരിക്കുമ്പോ അതെപ്പോഴും തുറസായ സ്ഥലത്ത് നിന്നായിരിക്കണമെന്ന്. മറവിലോ മുറിയിലോ ഒക്കെ നിന്ന് സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ മനുഷ്യർക്ക് താല്പര്യം കൂടും. അതുകൊണ്ട് ബാൽക്കണിയാ നമുക്ക് സൗകര്യം. ഷേക്സ്പിയറിന്റെ സീസർ സുന്ദരനായ ചെറുപ്പക്കാരനാണെങ്കിൽ ഷായുടെ സീസർ വിരൂപനായ വൃദ്ധനാ. എന്നിട്ടും വിശ്വസുന്ദരിയായ ക്ലിയോപാട്രയ്ക്ക് സീസറിനോട് പ്രണയം. അല്ലെങ്കിലും പ്രേമത്തിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ, അല്ലേ മനസ്സ? വൃദ്ധനെന്നോ ദരിദ്രനെന്നോ വിരൂപനെന്നോ ഒന്നും നോട്ടം ഉണ്ടാവില്ല പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഈ കഥയിൽ എനിക്ക് മനസ്സിലാകാത്തൊരു ഭാഗമുണ്ട്. മുടിഞ്ഞു പ്രണയമായിരുന്നു ക്ലിയോപാട്രയ്ക്ക് സീസറിനോട്. എന്നിട്ടും സീസർ കുത്തുകൊണ്ടു വീണതിന്റെ പിറ്റേ ദിവസം മാർക്ക് ആന്റണിയുടെ കൂടെ പോയി നമ്മുടെ ഈ ക്ലിയോപാട്ര. പെണ്ണിന്റെ സ്വഭാവം അങ്ങനെ പെട്ടെന്നൊന്നും പ്രവചിക്കാനാവില്ല, അല്ലേടോ? ഞാൻ ഈ ഇംഗ്ലീഷ് ഡ്രാമയുടെ കാര്യം പറഞ്ഞ് ബോറടിപ്പിച്ചൊന്നും ഇല്ലല്ലോ മനസ്സേ. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഇംഗ്ലീഷ് ഡ്രാമ ഒന്നും അല്ല, വിക്രമാദിത്യന്റെ കഥയാ. നിങ്ങൾ എന്തിനാ കഴുത്തി തൂങ്ങിയ വേതാളത്തെ പോലെ എന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? മാനസെ പോലെ വെൽ എഡ്യൂക്കേറ്റഡ് ആയ ഒരു പെൺകുട്ടി ഇത്രയും ബുദ്ധിശൂന്യമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. വാർത്ത എവിടെയുണ്ടോ അവിടെയാണ് ഒരു ജേർണലിസ്റ്റിന് കാര്യം. രോഗി എവിടെയുണ്ടോ അവിടെയാണ് ഡോക്ടർക്ക് കാര്യം. അതുപോലെ ക്രൈം എവിടെയുണ്ടോ അവിടെയാണ് പോലീസിന് കാര്യം. പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ എന്നെ ഒരു ക്രിമിനൽ ആക്കുകയാണോ? ക്രൈം ചെയ്യുന്നവർ മാത്രമല്ല മനസ്സേ, അത്തരക്കാരെ ഒളിപ്പിക്കുന്നവരും നമ്മുടെ നിയമത്തിന് മുന്നിൽ കുറ്റവാളികളാണ്. മോനെ മന്ത്രി കസേരയിൽ നിന്ന് തട്ടിയിട്ട് എന്റെ അന്ന് മുതൽ തുടങ്ങിയ ചൊറിച്ചിലയാക്ക്.
അല്ല പിന്നെ ക്ഷമിക്കാവുന്ന എന്റെ പരമാവധി ക്ഷമിച്ചു. എന്നിട്ട് ആ നടുവിന് നോക്കി ഒരൊറ്റ ചവിട്ട് കൊടുത്ത്. ഇപ്പൊ കോർപ്പറേഷൻ ചെയർമാന്റെ കസേരയിൽ നിന്ന് താഴെ വീണ് നിലം പരിശായിട്ട് കിടക്കുക. ഇവ എന്തായി? വായന നാക്കൊണ്ടൊന്നും കുത്തി നോക്കണം. ഇതാണോ നീ പറഞ്ഞ CI? അതെ. ഹലോ CI, ഒന്നവിടെ നിൽക്കണം. എന്താണ് നീ ഇവളുടെ പേര് പറഞ്ഞത്? സുഷമ പ്രകാശ്. സുഷമ പ്രകാശ്. അത്ര പ്രകാശമൊന്നും തന്നെ ജോലി കാണുന്നില്ലല്ലോ. ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ് സർ. എന്ന് പറഞ്ഞ കൊച്ചിന് മനസ്സിലായില്ലെന്ന്. അല്ല, അങ്ങനെ മനസ്സിലാകണ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ പോലീസുകാർ കാണുന്നില്ലല്ലോ. പക്ഷെ പത്രക്കാരും TV-കാരും കൃത്യമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ജനത്തിന്റെ ഇടയിലേക്ക് അങ്ങ് പമ്പ് ചെയ്ത് വിട്ടേക്കുക. സർക്കാർ നിഷ്ക്രിയം. ഇനി പോലീസ് നിഷ്ക്രിയമാണെന്നെങ്ങാനും പറഞ്ഞ ആഭ്യന്തരമന്ത്രിയുടെ തലയിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കും. പിന്നെ അയാൾ മുഖ്യമന്ത്രിയും കൂടി അങ്ങ് തല്ലിക്കൊള്ളുമല്ലോ. അത് നീ ഒന്ന് ചുമ്മാരുടെ. സബോർഡിനേറ്റ്സിനെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. കുതിര കാര്യമൊന്നുമല്ലല്ലോ പറ്റേ. ദാവൂദ് ഇബ്രാഹിമിനെ ദുബായിൽ പോയി പിടിച്ചോണ്ട് വരാനൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. വെറും ഒരു കുത്തുകേസ്. പക്ഷെ അവൻ കയറി തോണ്ടിയത് കളപ്പുരയ്ക്കൽ കരുണാകരന്റെ ഫാമിലിയിലേക്ക് വരാൻ പോകുന്ന ചെറുക്കനിട്ട ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഏത് മാളത്തിൽ നിന്നും പൊക്കിയെടുക്കാൻ ഈ കരുണാകരന് പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒന്നും ആവശ്യമില്ല. കതറാവേഷമൊന്നേ ഉള്ളൂ. നല്ല വെടിച്ചില് പോലെയുള്ള യൂത്തന്മാരുണ്ട് കരുണാകരന്റെ പിന്നില്. പക്ഷെ സംഭവം നടന്നത് എന്റെ മരുമകന്റെ അധികാര പരിധിക്കുള്ളിലായതുകൊണ്ട് ഞാൻ അവനെ മാനക്കേട് ഉണ്ടാക്കുന്നില്ല എന്നേ ഉള്ളൂ. അവനാണെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയ ഒരു CIയെ പിടിച്ച് അന്വേഷണത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. അന്വേഷിച്ച് ചെന്നപ്പോഴോ കുത്തിയവനെ മാത്രമല്ല അവന്റെ കുടുംബം തന്നെ കാണാതായി. വന്ന വെള്ളം നിന്ന വെള്ളം കൂടി കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വല്ല വിവരമുണ്ടോ? എവിടുന്ന്? കൊച്ചൊരു കാര്യം ചെയ്യ്. രാവിലെ വീട്ടുവരാന്തയില് കിളി പോലെ പറന്നു വന്ന് വീഴുന്ന ഒരു സാധനം ഉണ്ടല്ലോ, വർത്തമാനപത്രം. അതിലേതെങ്കിലും ഒന്ന് നിവർത്തി വായിച്ചു നോക്ക്. കളപ്പുരയ്ക്കൽ കരുണാകരന്റെ പേര് കൂടി ചേർത്ത് കഥ പടച്ചു തുടങ്ങി പത്രക്കാര്. എന്റെ മരുമകനെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ കൂട്ടിയാ കൂടുപോലതും. IPS-ലുണ്ടല്ലോ കുറെ എണ്ണം. ചിലതിന് പട്ടിപ്രേമം, ചിലതിന് കവിതാപ്രേമം. ആയിട്ട് ജീൻസും വലിച്ചു കയറ്റി ഷർട്ടിന്റെ കയ്യും തെറുത്ത് കയറ്റി ചവിട്ടി പുലിക്ക് നടക്കാനല്ലാതെ ഇതിനെ കൊണ്ടൊക്കെ വല്ലതിനും കഴിയുമോ? പറഞ്ഞു തീർന്നിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. അയ്യോ, പോയാട്ടെ. മനസ്സാ, അവരെന്തിനാ വന്നത്? ആര്? ആ CI സുഷമ. കല്യാണല്ലേ, പലരും വരും പോവും. അവരെ ആരാ വിളിച്ചത്? ചിലപ്പോ ഏട്ടനായിരിക്കും. അവർക്ക് നമ്മളെ എന്തെങ്കിലും സംശയമുണ്ടോ? എടി, ചോദിച്ചത് കേട്ടില്ലേ? അത് എന്നോട് അങ്ങനൊന്നും പറഞ്ഞില്ല. നിന്നോടെന്താ അവര് കുറെ നേരം സംസാരിച്ചത്? കല്യാണത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കായിരുന്നു. എന്നാ പിന്നെ എന്നെ എന്തിനാ അവര് പറഞ്ഞു വിട്ടത്? നീ എന്താ മൈന ഇങ്ങനെ ഒരുമാതിരി പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ? പേടി കൊണ്ടാ മനസ്സേ. ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ അവർ നമ്മളെടുത്ത് പെരുമാറിയെന്നാ എനിക്ക് തോന്നിയത്.
വല്ലാത്തൊരു അധികാര ഭാവവും കുത്തി തുളയ്ക്കുന്ന നോട്ടവും സർവ്വതും നിസ്സാരമാക്കുന്ന ഒരു ചിരിയും. അവർക്ക് നമ്മളെ സംശയമുണ്ടോന്ന് എനിക്കൊരു തോന്നല്. നാക്കെടുത്ത് അർത്ഥം വെച്ചുള്ളൊരു സംസാരം. പിന്നെ അത് കൊള്ളേണ്ട അടുത്ത് കൊണ്ടോന്നറിയാൻ നമ്മുടെ കണ്ണിലേക്ക് നോക്കി അങ്ങനെ നിൽക്കും. ഇന്ന് തന്നെ അവര് വന്നപ്പോ മാനസയുടെ റൂമിന് മുന്നിൽ പതുങ്ങി നിൽക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. എന്നെ കണ്ടപ്പോ പെട്ടെന്ന് അകത്തേക്ക് കയറുകയായിരുന്നു. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ മൈനെ. അല്ലേലും ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അനിയത്തിമാരെന്തിനാ വേറെ ഒരു CIയെ പേടിക്കുന്നത്? ആ, നീ ഇതെങ്ങോട്ടായി പായുന്നത്? ഗൗരി ചേച്ചി പറഞ്ഞു നിലവിളക്ക് തുടച്ചു കൊണ്ടുപോയി കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ അവളെ അങ്ങ് വിട്ടേക്കടി. നമ്മളായിട്ട് എന്തിനാ വെറുതെ ഡോക്ടറുടെ BP കൂട്ടുന്നേ? ആരായി വരുന്നെന്ന് നോക്കിയേ. നീ ബാംഗ്ലൂർ വാല, നീ ഞെട്ടിപ്പിച്ചു കളഞ്ഞല്ലോ. ആ, നിന്നെ പറ്റി ഇപ്പൊ ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അതാടി ഈ മെർലിൻ. ആരെങ്കിലും എന്നെ മനസ്സിൽ വിചാരിച്ച അപ്പോ ആ സമയം ഞാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ മൈനയോ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത് ഞാനാടി മെർലിൻ, മാനസയുടെ കൂട്ടുകാരി, ബാംഗ്ലൂർ. മനസ്സിലായി മനസ്സിലായി. മനസ്സ് മോളിലാ. വാ. എവിടെ? നാളെ സ്വയംവരം കഴിക്കാൻ പോകുന്ന രാജകന്യക. ഓ, രാജകുമാരി നീരാട്ടിലാണെന്ന് തോന്നുന്നു. ഈ സമയത്ത് ശല്യപ്പെടുത്തണ്ട, തല പോവും. അയ്യോ, അവളിപ്പോ കുളി കഴിഞ്ഞു കാണും. ഞാൻ വിളിക്കാം. ഏയ്, അതല്ലടോ, ഞാൻ ഇവിടെ വന്നത് അവൾക്കൊരു സർപ്രൈസ് ആകണം. ഒരു കിടുക്കൻ സർപ്രൈസ്. പെട്ടെന്നൊരു നിമിഷം അപ്രതീക്ഷിതമായി എന്നെ കണ്ട് അവൾ ഞെട്ടണം. അവളുടെ നീരാട്ട് കഴിയുമ്പോഴേക്കും ഞാൻ പോയി അംഗരാജ്യത്തെ രാജാവിനെ റാണിയെ മുഖം കാണിച്ചിട്ട് വരാം. ഓക്കേ? പക്ഷെ മെർലിൻ, എന്റെ ദൈവമേ, മാനസേ, മാനസേ, നീ എന്തടി കുളിക്കാനും സമ്മതിക്കില്ലേ? മാനസേ, നമ്മുടെ മെർലിൻ വന്നിട്ടുണ്ട്. മെർലിനോ? ആ, എന്നിട്ട് എന്നിട്ട് എവിടെ? ആരുടെയും കണ്ണിപ്പെടാതെ നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. അപ്പൊ നീ കുളിക്കുമായിരുന്നു. നിനക്കൊരു സർപ്രൈസ് തരാന്നും പറഞ്ഞ് എന്റെ പിടിവിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി. എന്റെ ദൈവമേ, ചതിച്ചല്ലോ. അവള് നേരെ പോയി ഹരിയേട്ടനെയോ ഗൗരി ചേച്ചിയോ കണ്ട? അവളെ കാണാൻ ബാംഗ്ലൂർക്ക് പോകുന്നു പറഞ്ഞില്ല ഞാൻ കൊച്ചിയിലേക്ക് പോയത്. ബാംഗ്ലൂരിൽ ഞാൻ ചെന്നിട്ടില്ലെന്നോ മറ്റോ അവള് പറഞ്ഞ തീർന്നു. ഇക്കാര്യം നിനക്ക് അവളോട് ഫോൺ ചെയ്തെങ്കിലും പറയാമായിരുന്നില്ലേ മാനസേ? എടീ, ഒരു 100 കൂട്ടം ടെൻഷന്റെ ഇടയില് ഞാനതങ്ങ് വിട്ടുപോയി. മാത്രമല്ല, കല്യാണത്തിന് വരാൻ ഒരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞ മെർലിൻ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരുമെന്ന് ഞാൻ അറിഞ്ഞോ? ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ആലോചിക്കേ. എങ്കിൽ ഞാൻ പോയി അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. ഈ വേഷത്തിലോ? താഴെ ആളുകളൊക്കെ വന്നോണ്ടിരിക്കുക. എങ്കിൽ നീ തന്നെ ചെന്ന് ഞാൻ വിളിക്കുന്നു പറഞ്ഞ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. ഞാൻ ഹരിയേട്ടനോടും ഗൗരി ചേച്ചിയോടും ഒരക്ഷരം മിണ്ടാൻ അനുവദിക്കരുത്. ശരി. ചെല്ല. എന്താടി ഒരു ഷേപ്പ്? എന്റെ ഷേപ്പ് കണ്ടോ? മെർലിൻ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഹരിയേട്ടാ, എടാ ഒരൊറ്റ മിനിറ്റ്. ഹരിയേട്ടാ, എന്തൊക്കെയുണ്ട് പിന്നെ? മെർലിൻ വിവാഹത്തിനുണ്ടാവില്ലെന്നാണല്ലോ മാനസ പറഞ്ഞത്. അത് കഴിഞ്ഞ മാസം പറഞ്ഞതല്ലേ. കമ്പനിയുടെ ഒരു മെഗാ പ്രോജക്ടിന്റെ ലോഞ്ച് നിശ്ചയിച്ചിരുന്നു ഈ ദിവസങ്ങളിൽ. മുങ്ങാൻ ഒരു സാധ്യതയില്ല. എനിവേ, 2 ആഴ്ച മുമ്പ് അത് മാറ്റിവെച്ചു. കമ്പനി ചെയർമാൻ എന്തോ ഒരു അസൗകര്യം. അതെന്തായാലും നന്നായി. ഏതായാലും കല്യാണത്തിനെത്താൻ പറ്റിയല്ലോ. മൈനെ, ഗൗരി ചേച്ചി ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുവാ.
നിലവിളക്ക് എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായെന്നും പറഞ്ഞ് വാ. അല്ല, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ തമ്മിൽ കണ്ടപ്പോ ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ലേ? കഴിഞ്ഞ ആഴ്ചയോ? ഏട്ടൻ എന്തായി പറയുന്നത്? ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടിപ്പോ കുറഞ്ഞത് 6 മാസമെങ്കിലും ആവും. കഴിഞ്ഞ ആഴ്ച എന്നെ കണ്ടതായി മാനസ പറഞ്ഞിരുന്നോ? ആ, ഈ ബാംഗ്ലൂരിൽ വെച്ച്. ബാംഗ്ലൂരിലോ? കഴിഞ്ഞ ഫുൾ വീക്ക് ഞാൻ ചെന്നൈയിലായിരുന്നു. മാനസ വന്നിരുന്നോ ബാംഗ്ലൂരിൽ? ബാംഗ്ലൂരിലല്ല, സം അതർ പ്ലേസ്. പറഞ്ഞത് മെർലിന്റെ കാര്യമാണെന്ന് തോന്നുന്നില്ല. ഐ തിങ്ക് ഐ ആം മിസ്റ്റേക്കൺ. കൂട്ടുകാരികള് ഒരുപാടുണ്ടല്ലോ മാനസിക്ക്. മൈന, എന്താ ഏട്ടാ? ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഒരുപക്ഷെ മൈനയ്ക്കും അറിയാമായിരിക്കും. ഒരു ഔപചാരികതയുടെ പേരിൽ ചോദിക്കാണ്. മാനസ ബാംഗ്ലൂരിലേക്കല്ല പോയതെന്ന് മൈനയ്ക്കും അറിയാമായിരുന്നു. മൈനെ അറിയാത്ത ഒരു കാര്യവും മാനസയുടെ ജീവിതത്തിൽ ഇല്ലെന്ന് എനിക്കറിയാം. മൈനയ്ക്ക് അതറിയാമായിരുന്നില്ല എന്ന് വിശ്വസിച്ചോടെ ഞാൻ. ഇഷ്ടമായി മോളെ, ഒരുപാട് ഇഷ്ടമായി. ഏട്ടന് നിങ്ങൾ രണ്ടുപേരും കൂടി കൽപ്പിച്ചു തന്ന വേഷം. നിന്നെ ഞാൻ കുറ്റം പറയില്ല. ഒരുപക്ഷെ നിന്റെ മനസ്സിൽ അത്രയും ഉണ്ടാവൂ ഈ ഏട്ടന സ്ഥാനം. സ്വന്തം അനിയത്തിയിൽ നിന്ന് കിട്ടാത്തത് വിദൂര ബന്ധത്തിലുള്ള അനിയത്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമാണ്. ജില്ല ഭരിക്കുന്ന പോലീസ് സൂപ്രണ്ട് ഭാര്യ വരച്ച വരയ്ക്ക് അപ്പുറം പോകില്ല എന്ന് ഒരടക്കം പറച്ചിലുണ്ട് സർവീസിൽ. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അത്തരം പരാമർശങ്ങളൊന്നും കുത്തി നോവിച്ചിട്ടില്ല ഹരിശങ്കറിന്റെ ഹൃദയത്തെ. കാരണം ഒരുപാട് ആലോചിച്ച ശേഷമാ ഹരിശങ്കർ തന്റെ ജീവിതം കളപ്പുരയ്ക്കൽ കരുണാകരന്റെ മകൾക്ക് മുന്നിൽ പണയം വെച്ചത്. അതെന്റെ മാനസിക്ക് വേണ്ടിയായിരുന്നു, പിന്നെ നിനക്ക് വേണ്ടിയും. കുടുംബത്തിൽ ആദരവ് കിട്ടാത്തവനെ 10,000 പേർ നിരന്ന് നിന്ന് സല്യൂട്ട് അടിച്ചാലും തോന്നില്ല ഒരു സെൽഫ് റെസ്പെക്റ്റും. എന്നിട്ടും കെടാത്ത കൈത്തിരി നാളം പോലെ ഞാൻ എന്റെ ഹൃദയത്തിൽ കൊളുത്തി വെച്ച ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിന്ന് കെട്ടുപോയി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഏട്ടനെ ജീവനാണ്. എന്ത് ചെയ്യാം? ഏട്ടാ, ഞാൻ ഒന്നും പറയണ്ട, മോള് പൊയ്ക്കോ. നേരെ ഒരുപാട് വൈകിയില്ല. നോക്ക്, കരയാനെങ്കിലും കഴിയുന്ന ഒരു ഭാഗ്യം മോളെ. ഹരിശങ്കർ കരഞ്ഞത് മുഴുവൻ സ്വന്തം ഹൃദയത്തിനോടില്ല. ഞാനൊന്നും കണ്ടില്ലേ. നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ മനസ്സെ? വിട്ടുപോയടി. പിന്നെ നീ പെട്ടെന്നിങ്ങനെ കയറി വരുമെന്ന് ഞാൻ കരുതിയില്ല. ശേ, എന്നാലും ഞാൻ കാരണം എല്ലാം കുളമായല്ലോ. സംഭവിച്ചു പോയതിനെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിലും കുറച്ചു നാളായി ഞാൻ തീരെ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാ എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരൊക്കെ എന്നെ ഇപ്പൊ വെറുത്തുകൊണ്ടിരിക്കുക. മൈനയ്ക്ക് വരെ ഇപ്പൊ എന്നെ സംശയമാ. ആ പട്ടികയിൽ ഇപ്പൊ ഏട്ടനും കൂടിയായി. അത് മറുവശത്ത് സ്നേഹം ഭാവിച്ചൊരാൾ അടുത്തുകൂടി നിപ്പുണ്ട്. എന്റെ കഴുത്തിൽ ഒരു താലിച്ചരട് മുറുകുന്നതോടെ ആ സ്നേഹവും തീരും.
മനസ്സ, നിനക്ക് ആരോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞൂടെ? എന്തിനാ എല്ലാ കുറ്റവും സ്വയം ഏക്കുന്നത്? അതിന് ഞാൻ അർഹയായതുകൊണ്ട്. ഞാൻ തന്നെ വിളിച്ചു വരുത്തിയ വിധിയായത്. വേണുഗോപനുമായുള്ള ബന്ധം അടക്കം എല്ലാത്തിനും ആദ്യം തീരുമാനം എടുത്തത് ഞാനാ. തീരുമാനങ്ങളൊന്നും പിഴയ്ക്കാത്ത മിടുക്കി കുട്ടിയെന്ന് അഭിനന്ദിക്കുമായിരുന്നു അച്ഛൻ എന്നെ. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുത്തപ്പോ പിഴച്ചു. അത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ വൈകി. അപ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട ഒരു ഇല പോലെ വിധി എന്നെ മറ്റു പല തീരങ്ങളിലേക്ക് എത്തിച്ചു. മനസ്സ, നിന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാ, ഈ വേണുഗോപൻ ഒട്ടും ജെന്യൂനല്ലാന്ന്. അത് വേണുഗോപനെ നേരിട്ട് കണ്ടോ പരിചയം ഉണ്ടായിട്ടോ അല്ല, ഒരു ഇൻഡ്യൂഷൻ, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഈ ജനറേഷനിലെ കുട്ടികളല്ലേ, അപ്പൊ പുറത്തുള്ള ലോകത്തെ കുറിച്ച് കുറച്ചെങ്കിലും ബോധം വേണം. ഓൺലൈൻ ചാറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു ടൈം പാസിന് കൊള്ളാം. കോളേജ് ക്യാമ്പസിലെ വാഗമര തണലിരുന്ന് സൊള്ളുന്ന സുഖമേ കിട്ടൂ, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ചാറ്റിംഗിൽ വരുന്ന പുരുഷന്മാർ 99% ഫ്രോഡുകളാ. പെണ്ണിന്റെ ശരീരത്തിലോ സ്വത്തിലോ ഒക്കെ ആയിരിക്കും അവരുടെ കണ്ണുകൾ. ഹായ് ഡിയർ, രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? ഒരുക്കം ത്രെഡ് ചെയ്ത് അത്ര ശരിയായില്ല കേട്ടോ. മോൾ ഇന്നലെ രാത്രി എത്ര മണിക്ക് ഉറങ്ങി? ഇങ്ങനെയൊക്കെ കൊഞ്ചിക്കൊണ്ടിരിക്കാൻ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന ആർക്കെങ്കിലും സമയം ഉണ്ടാവോ എന്റെ മനസ്സിൽ? ഒരു കണക്കിന് നിനക്ക് ഇത്രയല്ലേ പറ്റുള്ളൂ. തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയുടെ നൈറ്റ് ഗൗണിന്റെ നിറം പോലും ഓർമ്മയില്ലെങ്കിലും ഒരേ സമയം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 4 കാമുകിമാരുടെ നെയിൽ പോളിഷിന്റെ കളർ വരെ കറക്റ്റായിട്ട് ഓർമ്മിച്ചു വെക്കുന്ന ബിരുദന്മാരുണ്ട്. അതൊക്കെ പോട്ടെ, ഇനി എന്താ നിന്റെ പ്ലാൻ? മൈനയും കുറച്ചു ദിവസമായി എന്നോട് ഇത് തന്നെ ചോദിക്ക. പറയാനൊരു മറുപടി ഇല്ല എന്നത് തന്നെയാ സത്യം. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. പിന്നെ ഈ ഗെയിം തുടങ്ങി വെച്ചത് നീയല്ലേ, അപ്പൊ അത് അവസാനിപ്പിക്കുന്നത് നീ തന്നെ ആവണം. തുടങ്ങിയതുപോലെ തന്നെ അവസാനിപ്പിക്കാനും എനിക്കറിയാം മെർലിൻ. പക്ഷേ അതിനിടയിൽ ഒരുപാട് ഹൃദയങ്ങൾക്ക് മുറിവ്. തുടങ്ങിയതുപോലെ തന്നെ അവസാനിപ്പിക്കാനും എനിക്കറിയാം മെർലിൻ. പക്ഷേ അതിനിടയിൽ ഒരുപാട് ഹൃദയങ്ങൾക്ക് മുറിവേൽക്കും. മനസ്സ, നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയിട്ട് പിന്നെ വരാം. മോള് ഉറങ്ങിയില്ലേ? നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതല്ലേ? ഉറങ്ങിക്കോളാം ഏട്ടാ. ഞാൻ എന്തോ മോളോട് പറയാനാ വന്നത്, അത് മറന്നുപോയി. എന്താ ഏട്ടാ? ഉപദേശിക്കാൻ തക്ക പ്രായമൊന്നും ഏട്ടനായിട്ടില്ല. ഏട്ടന്റെ മാരേജ് ലൈഫ് ഒരു സക്സസ്സും അല്ല. അങ്ങനെയൊന്നും ആവരുത് മോളുടെ കാര്യത്തിൽ. നാളെ മോളൊരു പുതിയ ജീവിതം ആരംഭിക്കുക. പുതിയ ജീവിതം എന്ന് വെച്ചാ ഇത്രയും കാലം നമുക്കുണ്ടായ പിഴവുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാനുള്ളൊരു അവസരം. ജീവിതത്തിൽ ഒറ്റത്തവണ മാത്രമേ അത്തരമൊരു അവസരം കിട്ടൂ. എത്രയൊക്കെ അടുപ്പം വിവാഹത്തിന് മുമ്പുണ്ടായിരുന്നെങ്കിലും 2 വ്യത്യസ്ത ജീവിതം നയിച്ചിരുന്നവരാണ് ഒന്നിക്കുന്നത്. എങ്കിലും വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ ആണിക്കല്ല്. ചെറിയ തെറ്റുകളൊക്കെ ക്ഷമിച്ചു കൊടുക്കണം. പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ തയ്യാറാവണം. നല്ലത് മാത്രം ഓർമ്മിക്കണം. മോശം അനുഭവങ്ങളൊക്കെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു കളയണം. അങ്ങനെ ഒരുപാട് പാഠങ്ങളുണ്ട് ദാമ്പത്യത്തിൽ. എല്ലാം ഏട്ടന് പറഞ്ഞുതരാൻ പറ്റുന്നല്ല, പലതും അനുഭവത്തിൽ നിന്ന് പഠിക്കാനുണ്ട്.
അങ്ങനെയൊക്കെ പഠിച്ചിട്ടും ഏട്ടൻ തോറ്റുപോയ പരീക്ഷ ദാമ്പത്യം. എന്റെ മോൾക്ക് കല്യാണപ്രായമായെന്ന് വിശ്വസിക്കാൻ ഏട്ടൻ ഇപ്പോഴും കഴിയുന്നില്ല മോളെ. എന്റെ മനസ്സിലിപ്പോഴും ഇന്നലെ കണ്ടതുപോലെ ആ ചിത്രമുണ്ട്. ഹോസ്പിറ്റലിലെ നീല നിറമുള്ള ബെഡ്ഷീറ്റിൽ കിടന്ന് കുഞ്ഞു വിരലുകൾ ചുരുട്ടിപ്പിടിച്ച് നക്ഷത്ര കണ്ണുകളിലെ വെട്ടവുമായി പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ച ആ ഇളം പൈതൽ. എന്ത് രസമായിരുന്നു നമ്മുടെ കുട്ടിക്കാലം. പരസ്പരം കള്ളം പറയാതെ, ഒന്നും ഒളിച്ചു വെക്കാതെ, ഒരു മയിൽപ്പീലി തുണ്ടിനോ മിഠായി കടലാസിനോ വേണ്ടി മാത്രം വഴക്കിട്ട് 5 മിനിറ്റിന് ശേഷം വീണ്ടും ഇണങ്ങി. നമ്മളൊന്നും വളരേണ്ടിയിരുന്നില്ലല്ലോ മോളെ. നിങ്ങളായിരുന്നോ? ഞാൻ വിചാരിച്ച പോത്തായിരിക്കുമെന്ന്. പോത്ത എന്റെ ഭാര്യ. 2 അടിച്ചാൽ അവള് കയ്യെ കയറി പിടിക്കത്തൊന്നുമില്ല. പക്ഷെ സാരോപദേശം കേട്ടേ തല അങ്ങ് മരവിക്കും. അതോടെ അടിച്ച കെട്ടങ്ങ് ഇറങ്ങും. അച്ഛനത് മുറിക്കാത്തെങ്ങാനും പോയിരുന്ന് കഴിച്ചൂടെ? മുറി അടച്ചിരുന്ന നിന്റെ തള്ളയുടെ സംശയം കൂടുതലേ ഉള്ളടാ. ഒരെണ്ണം ഒഴിക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, നിർത്തിയിട്ട് 10-12 വർഷമായി. എന്തായിരുന്നടാ മുറി അടച്ചിട്ട് കൂട്ടുകാരുടെ കൂടെ? അല്ല അച്ഛാ, അത് മനസ്സിലായി മനസ്സിലായി. അവസാനം പുളിച്ച കള്ളിന്റെ മണം അടിച്ചിട്ട് ആ പെണ്ണ് കതിർമണ്ഡപത്തിൽ ബോധം കെട്ട് വീഴാതിരുന്നാ മതി. പിന്നെ നീ അലമ്പ് കക്ഷികളുമായിട്ടുള്ള കമ്പനിയൊക്കെ ഇപ്പോഴേ അങ്ങ് വിട്ടേരെ. അല്ലെങ്കിൽ ഭാവി നിനക്ക് പണിയാവും. SP ഹരിശങ്കറിന്റെ പെങ്ങളെ കെട്ടാൻ പോകുന്ന ഓർമ്മ വേണം. വിളിച്ച കാര്യം രൂപം പറഞ്ഞോ? ഒരു ഏകദേശ രൂപം പറഞ്ഞിട്ടുണ്ട്. ആ, അതാണ് കാര്യം. ആലിപ്പഴം പഴുത്തപ്പോ കായ്ക്കയ്ക്ക് വായ്പുണ്ടായിരുന്ന അവസ്ഥയെ കഴിഞ്ഞ തവണ ഇവനുണ്ടായത്. ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ഊട്ടിയിലോ മണലിലോ ഒക്കെ കിടക്കേണ്ട സമയത്ത് ഇവൻ കുറെ മരുന്നിന്റെയും ട്യൂബിന്റെയും ഒക്കെ നടുവില് ഹോസ്പിറ്റലില്. അന്നിവനെ കുത്തിയവൻ ചത്തുന്ന് തന്നെ അങ്ങ് തീരുമാനിക്കാം. അമ്പികയും കുഞ്ഞും സുമിത്രയൊക്കെ ഇപ്പൊ ഭൂമിക്ക് മേളിൽ കാണാനുള്ള സാധ്യതയും ഇല്ല. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല സ്റ്റീഫ. ഒരു കാരണവശാലും ഈ ചടങ്ങ് മുടങ്ങാൻ പാടില്ല. സ്റ്റീഫന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലായി അരവിന്ദാക്ഷ സാറേ, ശരിക്കും മനസ്സിലായി. നീ എന്താ ഇരുട്ടത്തിരുന്നത്? ഇപ്പോ നമുക്ക് ചുറ്റും ഇരുട്ടല്ലേ. ഒരു ബൾബ് ഇട്ടാൽ എത്ര ദൂരത്തേക്ക് അത് മായ്ച്ചു കളയാൻ പറ്റും? ഒരുപാട് ക്ഷീണിച്ചു അല്ലേ? ഞാനൊരാൾ തനിച്ചല്ലേ ഉള്ളൂ ഓടാൻ. ഈ ന്യൂക്ലിയർ ഫാമിലിയുടെ പ്രോബ്ലം അതാ. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാനസിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനും തനിച്ചല്ലേ ഉണ്ടാവൂ. മാനസ അല്ലാതെ വേറൊരാള് കൂടി ഉണ്ടല്ലോ. ഓ, ഞാനതങ്ങ് മറന്നു. അങ്ങനെ മറക്കാൻ പറ്റുന്നതാണോ ഇതൊക്കെ? ഈ സഹോദര ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും സഹോദര ബന്ധം തന്നെയാടി. അവിടെ നമുക്ക് അധികാരത്തോടെ ആവശ്യപ്പെടാം, പിണങ്ങാം, പിന്നെ കൂട്ടുകൂടാം. പക്ഷേ അത് അകന്ന ബന്ധത്തിലായപ്പോഴും കടപ്പാടിന്റെ കെട്ടുപാടുകൾ ഉണ്ടാവും. കടപ്പാടുകളൊക്കെ കൂടിയാലും അതൊരു പ്രശ്നമാണല്ലേ? ആരോടെങ്കിലും കടപ്പാടുകളും കെട്ടുപാടുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരു സുഖമല്ലേ ഗൗരി? ആരോടും ഉണ്ടാവണം. അല്ല, എന്തായിരുന്നു ഗാർഡനിൽ? ആ, ഞാൻ നമ്മുടെ അലങ്കാരപ്പണിയൊക്കെ ഒന്ന് നോക്കാൻ. SP-യുടെ വീടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കണ്ണൊന്ന് തെറ്റിയ കള്ളപ്പണിയാ. നിങ്ങൾ മൈനെ കണ്ടോ അവിടെ വെച്ച്? മൈനയോ? ഇല്ലല്ലോ. ശരിയാ, കണ്ടിരുന്നു. അവള് കരയുന്നത് പോലെ തോന്നി എനിക്ക്. ഞാനത് ശ്രദ്ധിച്ചില്ല.
ലിപ്സ്റ്റിക് എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇതുവരെ. ഇപ്പൊ കാണാനില്ലല്ലോ. ആ ഇതുകൂടി. അയ്യോ, ഇനി ലിപ്സ്റ്റിക് ഒന്നും വാരി പൊത്തല്ലേ. ഇപ്പോഴേ ഇത്തിരി ഓവറാ. നിനക്കല്ലടി, എനിക്കാ. കല്യാണത്തിന് നല്ല ചുള്ളൻ ചെക്കന്മാര് വരുന്നതാ. ഓ പിന്നെ ഈ മുല്ലപ്പൂ ഇങ്ങനെ ഇട്ടാ മതിയോ? ആ അതാ ഭംഗി. ആ റോസ് പൗഡർ അവിടെ. ഇനി നിനക്ക് അതും വേണോ? അതെനിക്കല്ലടി, ഇവക്ക് തന്നെയാ. ചെറുക്കനെ കാണുമ്പോ ഇച്ചിരി നാണം വന്നെന്ന് തോന്നണ്ടേ? ഇവൾക്ക് ഏതായാലും അത് സ്വാഭാവികമായി വരുമെന്ന് തോന്നുന്നില്ല. അപ്പോ റോസ് പൗഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി. ദേ മൈന, നീ മാറി നിന്ന് കളയരുതേ. നിന്നെ ഞാൻ ശരിക്കും പറപ്പിക്കും. ഇങ്ങോട്ട് വാ മനസ്സ. ഇനിയുണ്ട് സമയം. നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ അകപ്പെട്ടിരിക്കുന്ന കെണിയുടെ ആഴം. ഇപ്പോഴെങ്കിലും നീ തുറന്ന് സംസാരിക്കണം മനസ്സ. ആ ചതിയന് താലി കെട്ടാൻ വേണ്ടി നീ കഴുത്ത് നീട്ടി കൊടുക്കരുത്. വേണ്ടെന്ന് പറയേ. നിനക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറയേ. ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവുമായിരിക്കും. അത് സാരയില്ലാന്ന് വെക്ക്. ഇങ്ങനെ മിണ്ടാതെ നിന്നാ പിന്നെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ദുരന്തത്തെക്കാൾ ഭേദമല്ലേ ഇപ്പോഴുണ്ടാകുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ. നീ തുറന്ന് പറയും മനസ്സ. ഇപ്പോഴെങ്കിലും അത് പറഞ്ഞേ തീരൂ. ഇപ്പോഴേ അത് പറയാൻ കഴിയൂ. അല്ലെങ്കിൽ വല്ലാതെ വൈകി പോവും മനസ്സ. സ്വന്തം ജീവിതം വെച്ചുള്ള കളിയാ അത്. അത് നീ ഓർത്തു. അതെയോ? മാനസ, ഒന്ന് വന്നേ. എന്താടി? നമ്മളെ പപ്പിക്കുട്ടി വിളിച്ചിരുന്നു. അവളിപ്പോ എത്തും. എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. ഇപ്പൊ വിട്ടേക്കാവേ. മുഹൂർത്തം അടുത്തല്ലോ അച്ഛാ. നീ ഒന്നും പിടയ്ക്കാതിരിക്കുവോ? അവരിഞ്ഞു വന്നോളൂ. അതുകൊണ്ടല്ല അച്ഛാ, കപ്പിനും ചുണ്ടിനിടയിൽ ഒരിക്കൽ തട്ടിത്തൂവിപ്പോയ സ്വപ്നം ഇത്. അച്ഛനറിയാലോ. വേണു, നീ ഒന്ന് ചുമ്മാതിരുന്നേ. വെറുതെ മറ്റുള്ളവരെ കൂടി ടെൻഷൻ അടിപ്പിക്കാതെ. 1 2 കാശല്ല, കോടികൾ വെച്ചുള്ള കളിയാ. നിനക്കെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ആശങ്ക തോന്നാൻ? ഒരു സമയത്ത് നമുക്ക് ചുറ്റും ശത്രുക്കളായിരുന്നു. അവർ നമ്മളെ വീഴ്ചയെന്ന് തോന്നിയ സമയം പോലും ഉണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്നൊരു സമയം അവരെല്ലാം കൂടെ അങ്ങ് പിന്മാറി. അതൊരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണെന്നൊരു സംശയം. നീ അങ്ങനെ വലിയ കാലാവസ്ഥ പ്രവചനം നടത്തണ്ട. തലയ്ക്ക് മീതെ വെള്ളം വന്ന അതിനു മീതെ തോണി. അതാണ് അരവിന്ദാക്ഷന്റെ ഒരു ശൈലി. നീ ഇപ്പൊ തൽക്കാലം കല്യാണച്ചക്കന്റെ വേഷം കിട്ടി പോയി ആ താലി അങ്ങ് കെട്ട്. അത് കഴിഞ്ഞ അരവിന്ദാക്ഷൻ ഒരു സൈഡിൽ നിന്ന് അങ്ങ് കൊളുത്തി തുടങ്ങും. എന്റെ പൊന്നു മോനിപ്പോ ആ മണ്ഡപത്തിന്റെ സൈഡിലേക്കൊന്ന് പോയിരിക്കുവോ? അവരിങ്ങ് എത്തിയോ മോനെ? ഓ, ഒന്നിനെ പാക്ക് ചെയ്യാൻ നോക്കുമ്പോ ദേ വരുന്നു അടുത്തത്. എന്റെ പൊന്നു സാവിത്രി, നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരുമായിട്ട് ഇവിടെ 100 കണക്കിന് ആൾക്കാരില്ലയോ? എന്നിട്ട് മനസമാധാനം തരില്ലെന്ന് പറഞ്ഞ് നീ എന്റെ പിന്നാലെ ഇങ്ങനെ അങ്ങ് തൂങ്ങി നടന്നാലോ? മുത്തശ്ശനും എത്തിയോ? ഞങ്ങൾ വന്നത് മാനസയുടെ ബന്ധുക്കളായിട്ടല്ല, വേണുവിന്റെ ബന്ധുക്കളായിട്ടാ. അതെനിക്കറിയാവല്ലോ മുത്തശ്ശ. ഈ വിവാഹം ഭംഗിയായിട്ട് നടക്കേണ്ടത് ഇപ്പൊ ഞങ്ങളുടെ കൂടി ആവശ്യ. ഇങ്ങോട്ടൊന്ന് വന്നേ. അർജുന്റെ വിവരം വല്ലതും? ഒന്നുമില്ല അരവിന്ദാക്ഷ. അപ്പൊ അമ്പിയുടെ കാര്യത്തിലും വ്യക്തതയില്ല.
സ്റ്റീഫ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല അരവിന്ദാക്ഷ സാറേ. സ്റ്റീഫന്റെ പിള്ളേരറിയാതെ ഒരു ഈച്ച പോലും ഈ കല്യാണ മണ്ഡപത്തിൽ കയറില്ല. ഇത് സ്റ്റീഫന്റെ കൂടി ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടായാ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമല്ലോ. സ്റ്റീഫനെ പണി പഠിപ്പിക്കല്ലേ അരവിന്ദാക്ഷ സാറേ. 10-30 വർഷമായില്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട്. ദേഹത്തുനിന്ന് പ്രാണൻ പറഞ്ഞു പോകുന്ന വേദന തോന്നിയിട്ട് പോലും സ്റ്റീഫൻ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. അതെനിക്കറിയാം സ്റ്റീഫ. സീതയെ രാവണൻ ലങ്കയ്ക്ക് കൊണ്ടുപോകുമ്പോ പുഷ്പവിമാനത്തിന്റെ വഴിമുടക്കാൻ ഒരു പക്ഷി വന്നിരുന്നു, ജഡായു. വിഘ്നങ്ങൾ ഏത് സമയത്തും ഉണ്ടാവാം. അങ്ങനെ ഒരു ജഡായു ഈ വഴി തടയാൻ വന്നാൽ ചിറക് മാത്രമല്ല കഴുത്തും കൂടി അറിഞ്ഞിട്ടിരിക്കും സ്റ്റീഫൻ. സർ, ഗണേശനോട് പറയണം ഇടതുഭാഗത്ത് എൻട്രൻസ് നോക്കാൻ. മുസ്തഫ വലതുഭാഗത്ത്. തന്റെ നോട്ട് മെയിൻ എൻട്രൻസിലാവണം. ഓക്കെ സർ. ദേവ, കതിർ മണ്ഡപവും പരിസരവും നിന്റെ കയ്യിലാ. जीवन हेतुना कंठे भद्रादि सुभगे जीव शरदां शतम् मांगल्यं तन्तुनानेन मम जीवन हेतुना कंठे भद्रादि सुमंगल्यं तन्तुनानेन मम जीवन हेतुना कंठे भद्रादि सुभगे जीव शरणम् എന്താ മോളെ ഇത്? ഇവിടെയല്ല, അവിടെ ഇരിക്കേണ്ടത്. സമയമായില്ല ഗൗരി ചേച്ചി.